Birds flying high, you know how I feel. Sun in the sky, you know how I feel. Breeze drifting on by, you know how I feel. It's a new dawn, it's a new day, it's a new life for me. And I'm feeling good. I'm feeling good. Fish in the sea, you know how I feel. River running free, you know how I feel. അതായത് ഇവിടെ പണ്ട് ഗൾഫിലൊക്കെ പോയിട്ടുള്ള കുറേ ആൾക്കാരുടെ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരിവിടുത്തെ ഹോസ്റ്റലിൽ ഇവിടെ നിന്ന് താമസിക്കുന്നവർക്ക്. അപ്പോൾ അവർ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവർ പണ്ട് അബ്ബ, ബോണി എം, മൈക്കിൾ ജാക്സൺ, അങ്ങനെയുള്ള ചില ബീറ്റിൽസ്, റോളിംഗ് സ്റ്റോൺസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ബാൻഡുകളുടെ കാസറ്റുകളൊക്കെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അവരുടെ കാസറ്റ് അല്ലെങ്കിൽ LPs കുറേ യങ്സ്റ്റേഴ്സിന് ഈ മ്യൂസിക്കിനോട് ചെറിയൊരു താല്പര്യം ഉണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, കുറേ ആംഗ്ലോ ഇന്ത്യൻ ഫാമിലിയും നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ, കുറേ പയ്യന്മാർ ചേർന്നപ്പോൾ അതൊക്കെ ഗിറ്റാറ് പഠിക്കുക, ഗിറ്റാറ് വായിക്കുക, ഡ്രംസ് പഠിക്കുക. ഒരു 75, 80s ആ രീതിയിൽ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നത് ബെൻസി ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട് കൺട്രി മ്യൂസിക്. പിന്നെ നന്ദൂലിയോ, പുള്ളി ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ആ ഒരു വെസ്റ്റേൺ മ്യൂസിക് എന്നുള്ള ഒരു പുതിയ ഒരു ശബ്ദം കേരളത്തിൽ, നമ്മുടെ ക്യാപിറ്റൽ ട്രിവാൻഡ്രത്തിൽ ആദ്യം കൊണ്ടുവന്നു. നമ്മുടെ സ്കൂളിലും എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കക്ഷി കോളത്തുനിന്ന് വരുന്ന ആളാണ്. അയാൾ കോളത്തുള്ള വിദേശികളെ കണ്ട്, വിദേശികൾ കൊണ്ടുവരുന്ന ചെറിയ ടേപ്പ് റെക്കോർഡറിലെ ശബ്ദമൊക്കെ കേട്ട് അയാളും ചിലപ്പോൾ കാസറ്റുകളൊക്കെ അവിടെ ക്ലാസ്സിൽ കൊണ്ടുവരും. അത് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം. അപ്പോൾ അവരങ്ങനെ അത് നമ്മളങ്ങനെ കേൾക്കും. അപ്പോൾ കേട്ടപ്പോൾ കൊള്ളാം, വേറൊരു ശബ്ദം, ഈസ്റ്റേൺ മ്യൂസിക്കിനോട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു ശബ്ദം. അപ്പോൾ ആ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻട്രസ്റ്റിൽ നമ്മുടെ കുറേ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ അത് 90s അതാണ് നമ്മുടെയൊക്കെ ഇറ. വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ റോക്ക് മ്യൂസിക് എന്നുള്ള രീതിയിൽ പരിപാടികളും ഷോകളും ചെറിയ ചെറിയ ഗിഗ്സ്, കോളേജ് പ്രോഗ്രാംസ് അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ഇതിലുള്ള മ്യൂസിക്കിലുള്ള കുറേ ആൾക്കാരെ ഇന്ത്യൻ കോഫി ഹൗസ് തിരുവനന്തപുരത്ത് അവിടെ കൂടി നിൽക്കുന്ന കുറേ മ്യൂസീഷ്യൻസിനുണ്ട്. അവരെ പരിചയപ്പെട്ടു. അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടപ്പം കൊള്ളാം, അതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയം. അങ്ങനെ 91 ആദ്യമായിട്ട് ITDCയിലൊരു ബാൻഡിൽ പ്ലേ ചെയ്യുന്ന 2-3 ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ കീബോർഡ് പഠിക്കാനും പോയി. ആദ്യം പട്ടത്തുള്ള ഒരു ചെറിയൊരു സ്കൂളിൽ പോയി പെഡൽ ഓർഗനാണ് പഠിച്ചത്. കുറേ ആൾക്കാർക്ക് വായിക്കുന്നത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ചില വെസ്റ്റേൺ ബാൻഡ്സിൻ്റെ ചെറിയ ലീഡ്സ് വായിച്ചു തുടങ്ങി, ചില കീബോർഡ് ലീഡ്സ് എല്ലാം. അങ്ങനെ അവർ ആദ്യമായിട്ട് അവരെ ബാൻഡിൽ പ്ലേ ചെയ്യാൻ വിളിച്ചു. അങ്ങനെ കോവളത്ത് തന്നെ പിന്നെയും വന്ന് അടിഞ്ഞു. കാരണം ആ കോവളത്ത് ആ സമയത്തൊക്കെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് എന്ന് പറയുന്ന ഒരു കക്ഷി ഓർഗനൈസ് ചെയ്ത് ഇവിടെ അപ്പോഴും ആ വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഒരു സീനുണ്ടായിരുന്നു. അപ്പം ഈ കോവളവും സായിപ്പുമാരും വിദേശികളും സ്വദേശികളും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സിങ്ങിൽ ഈ മ്യൂസിക്കിനോട് എന്തോ ഒരു താല്പര്യം തോന്നി. അങ്ങനെയാണ് നമ്മൾ ആ സീനിൽ വന്നത്. ഇപ്പോൾ 90s മുമ്പിൽ നമ്മുടെ ദൂരദർശനിൽ ജിപ്സീസ് എന്ന് പറയുന്ന ഒരു ബാൻഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് ശരിക്കും ആദ്യത്തെ ഇവിടെ ട്രിവാൻഡ്രം സീനിൽ നല്ലൊരു ബാൻഡ് എന്നുള്ള രീതിയിൽ പബ്ലിസിറ്റിയും പബ്ലിക്കിനെ അറിയാവുന്നതുമായിട്ടുള്ള ബാൻഡ്. അപ്പോൾ ആ ബാൻഡിൽ 93 ഞാൻ ജോയിൻ ചെയ്തു ആസ് എ കീബോർഡിസ്റ്റ്.
ഷാഡോസ്, വെഞ്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രുമെൻ്റൽ ബാൻഡ്സ്, പിന്നെ മൂഡി ബ്ലൂസ്, അങ്ങനെയുള്ള കുറേ ബാൻഡുകൾ, സ്കോർപിയോൺസ്, കുറേ ലവ് ബാലഡ്സ്. Above us, only sky. Imagine all the people living for today. അത് കഴിഞ്ഞിട്ട് ആ ഒരു 93 ആയപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ശബ്ദത്തിന് വ്യത്യാസം വരണമെന്ന് തോന്നി. ബാലഡ്സ്, ലവ് സോങ്സ്, അതിൽ നിന്നും വേറൊരു ശബ്ദം, റോക്ക് എന്നുള്ളൊരു ശബ്ദം തോന്നി. അങ്ങനെ ഈ റോക്കിൽ പാടുന്ന ഒരാളിനെ തപ്പണമെന്നുള്ള രീതിയിൽ തൃശ്ശൂർ 93-ൽ ഞാൻ ആനന്ദ് എന്ന് പറയുന്ന ഒരാളിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവന് അവിടെ 2-3 വേറെ മ്യൂസീഷ്യൻസിനെ അറിയാം, ഗിറ്റാർ പ്ലേ ചെയ്യുന്ന സംഗീത്. അപ്പോൾ ഇവരെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് റോക്ക് സൗണ്ടിന് വേണ്ടി ജിപ്സീസ് എന്ന ബാൻഡ് വിട്ടിട്ട് റോക്ക് മ്യൂസിക്കിന് വേണ്ടി ഡാസ്ലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ടാക്കി. അതിൽ അന്നത്തെ ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ വിനോദ്. അപ്പോൾ അവനുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പ്രാക്ടീസ് റൂം, ഒരു സ്റ്റുഡിയോ പോലെ ഉണ്ടാക്കി. മുട്ട കൊണ്ടുവരുന്നത് ട്രേ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് സ്റ്റുഡിയോ, അക്വസ്റ്റിക്, ഒരു ചെറിയ സ്പീക്കറൊക്കെ വെച്ച് അന്ന് പ്ലേ ചെയ്യുന്നത്, ബേസ് പ്ലേ ചെയ്യുന്നത് ഹെർമൻ, പുള്ളി ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. സംഗീത്, ആനന്ദ് രണ്ടുപേരും തൃശ്ശൂരിൽ നിന്ന് മാസങ്ങളോളം വീട്ടിൽ താമസിച്ചു. വീട്ടിൽ നിന്ന് തന്നെ അവരുടെ അക്കോമഡേഷനെല്ലാം ശരിയാക്കി. അങ്ങനെ ആ പ്രാക്ടീസ് റൂമിൽ കുറേ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ഓണം 94-95 ഓണം തോന്നുന്നു. അപ്പോൾ VJT ഹാളിലൊരു വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം കുറേ റോക്ക് ബാൻഡ്സ് പ്ലേ ചെയ്യുന്ന സമയം. ഇപ്പോൾ കരിസ്മ എന്നൊക്കെ പറഞ്ഞ് പോപ്പുലർ ആയിട്ടുള്ള ബാൻഡ്സ് പ്ലേ ചെയ്യുന്ന സമയം. അല്ല, സിംഗർ ഇപ്പം അവിയൽ എന്ന് പറഞ്ഞ ബാൻഡിൽ പ്ലേ ചെയ്യുന്നു. അപ്പോൾ അവിടെ കുറേ ബാൻഡുകൾ പ്ലേ ചെയ്തതിൽ നമ്മളും ഡാസ്ലിംഗ് എന്ന് പറയുന്നത് നമ്മളും ഒരു റോക്ക് ഷോ കൊടുത്തു. അപ്പോൾ നമ്മളന്ന് പ്ലേ ചെയ്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്, അത് ഇവിടെ അങ്ങനെ ആരും നോർമൽ ബാൻഡ്സ് പ്ലേ ചെയ്യാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് ജനത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഷോ അവസാന ദിവസമായിരുന്നു. ഓവർ ക്രൗഡഡ്. ട്രിവാൻഡ്രത്തിലെ ഒരു മേജർ ഹാളിൽ 94 തോന്നുന്നു അന്നൊരു ഷോ നടത്തി. 2013 അവിടെ തന്നെ പിന്നെയും മ്യൂസിക് ഫോർ പീസ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ പിന്നെയും 2 പാട്ട് പ്ലേ ചെയ്ത് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് പരിപാടി. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞ ബാൻഡിൽ നിന്ന് വിനോദ് സ്വീഡനിൽ പോയി. പിന്നെ ബാൻഡ് പിന്നെയും സ്പ്ലിറ്റായി, ഡ്രമ്മറില്ല. Why I left India? After college, we tried to get a job, but there is no opportunities. No? And we tried to make some money in the Western music, but it went in a very wrong way. So, you have to look forward. That's why I left India. അങ്ങനെ ഞങ്ങൾ ഒരു ഡ്രമ്മറിനെ കണ്ടുപിടിച്ചു. അയാൾ ജോഫി. അയാളും അവിയലിൽ ആദ്യം പ്ലേ ചെയ്ത ആൾ. പിന്നെ ബെന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസ് പ്ലേ ചെയ്യുന്ന ഒരു നയനവേഴ്സിൽ എന്ന് പറഞ്ഞ ബാൻഡിൽ പ്ലേ ചെയ്യുന്ന ബേസിന്, ആ പുള്ളിക്ക് നമ്മുടെ മ്യൂസിക്കും നമ്മുടെ സ്റ്റൈൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളോട് വന്നു. പിന്നെ നമ്മൾ ആനന്ദ്, ജോഫി, സംഗീത്, ബെന്നി, പിന്നെ ഞാൻ, അങ്ങനെ നമ്മളൊരു ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ടാക്കി. Satellite.
We made a lot of shows. We were also playing a lot of songs from Deep Purple and Led Zeppelin, classic rock. We made a lot of shows all over South India. But the finance was not so amazing. കാരണം റോക്ക് മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും അത് കേൾക്കാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു സെറ്റപ്പായിട്ടുള്ള ക്രൗഡും കുറഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പോഴാ ഹിന്ദി മ്യൂസിക്കിൻ്റെ ഒരു പുഷിങ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റോക്ക് മ്യൂസിക്കിന് ഒരു ഇടിവ് വന്നു. അത് നമ്മുടെയും ബാധിച്ചു തുടങ്ങി. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ശരിയാകുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പോയി. പിന്നെ ആനന്ദ് അമേരിക്കയിൽ പോയി. ബേസിക്കലി ഫിനാൻസ് ആൻഡ് പ്രൊമോഷൻ ആയിരുന്നു ആ സമയത്തുള്ള സ്പ്ലിറ്റ് ആവാനുള്ള ഒരു മെയിൻ പ്രോബ്ലം. പിന്നെ ഇറ്റ്സ് നോർമൽ ഇഫ് യു any bands or any music or the cinema or whatever, if you get fame, there will be also a lot of little egos. This little egos also will play a big role. This we know from all the famous bands from all over the world. This was also a kind of little problem. പിന്നെ ഈ പറഞ്ഞ പോലൊക്കെ ആ സമയത്ത് നമുക്കിങ്ങനെ ആൽബം ഒന്നും ചെയ്യാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് നമ്മൾ ആൽബം ഒന്നും ചെയ്തിട്ടില്ല. 95 ഞാനൊരു ജർമ്മനിയിൽ നിന്ന് ഒരു സാക്സഫോൺ വായിക്കുന്ന ഫ്രാൻസ് ഒബമയർ എന്ന് പറഞ്ഞ ബവേറിയയിലെ ഒരു സാക്സഫോണിസ്റ്റിനെ കോവളത്ത് പരിചയപ്പെട്ടു. പുള്ളിയും നമ്മളെ കുറച്ച് നേരം ജാം ചെയ്തു. ആ പുള്ളിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ 2003 ഫ്രാൻസും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദ് എന്ന് പറഞ്ഞ കക്ഷിയും സ്വീഡനിലുള്ള അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. 3 മാസത്തെ ഇൻവിറ്റേഷൻ.
Acha. Acha. Hey. ആ ഇൻവിറ്റേഷനിൽ ഞാൻ അവിടെ പോയി. Make me come alive again. Destiny's at my door. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ അവിടെ ഒരു ജർമ്മൻ സ്ത്രീയെ പരിചയപ്പെട്ടു. അങ്ങനെ അവസാനം അത് കല്യാണത്തിൽ കലാശിച്ചു. പിന്നെ 10 കൊല്ലമായിട്ട് അവിടെ തന്നെ. പിന്നെ ഇപ്പോഴും മ്യൂസിക്കായിട്ട് അവിടെ അങ്ങനെ ചില ചെറിയ ക്ലബ്സിലൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ പോയി പാടും. It feel to be without a home, like a complete unknown, like a rolling stone. ഇവിടെ വരുമ്പം ഇവരെ കാണുന്ന സന്തോഷം, അവിടെ നിൽക്കുമ്പം നമ്മുടെ ബാൻഡിൽ പ്ലേ ചെയ്യുന്ന ആൾക്കാരെയും മ്യൂസീഷ്യൻസിൻ്റെ അവരുടെ പുതിയ സംരംഭങ്ങളൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് മിസ് ചെയ്യും. ഇക്കരയിൽ ഇക്കരയിൽ അക്കരയിൽ ഇക്കരയിൽ അക്കരയിൽ കൂടേറുമ്പോൾ ഇക്കരയിൽ ചിലയ്ക്കാൻ മോഹം, ഇക്കരയിൽ ചേക്കേറുമ്പോൾ അക്കരയിൽ ചലിക്കാൻ മോഹം. ഒരിവയിലെത്താനും മഴയിൽ കുതിർന്നാലും കൊടുങ്കാറ്റടിച്ചാലും കൊടുമഞ്ഞിൽ മരവിച്ചാലും മോഹം, അടങ്ങാത്ത മോഹം. സ്വപ്നം ഉണർത്തുന്ന സ്വപ്നം, ജാലം മായാജാലം, ലോകം മായാലോകം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട്. പിന്നെ അവരുമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, എന്തെങ്കിലും നമ്മൾ പാടുപെട്ട രീതിയിലല്ല, അവർക്ക് എന്തെങ്കിലും അവർക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ. സോ ഐ ആം വെരി ഹാപ്പി. ബേസിക്കലി സൗണ്ട് ഈസ് എ റെവല്യൂഷൻ. അതായത് നമ്മളിപ്പം ബോബ് ഡിലിൻ്റെ കാര്യം പറഞ്ഞാലും, അല്ലെങ്കിൽ ബീറ്റിൽസ് എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ബോബ് മാർലി എന്ന് പറഞ്ഞാലും, ഇവരെല്ലാം ത്രൂ മ്യൂസിക് ദേ മേഡ് എ സൗണ്ട് ആൻഡ് എ മെസ്സേജ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മളും ആ സമയത്ത് അങ്ങനെ ചെയ്ത ഒരു മ്യൂസിക് റെവല്യൂഷൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സൗണ്ട്. കാരണം നമ്മൾ ഈസ്റ്റേൺ മ്യൂസിക്കിൽ ഈസ്റ്റേൺ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നല്ല മ്യൂസിക്കാണ്, എന്നിരുന്നാലും അതിൽ നിന്നും വേറൊരു ശബ്ദം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ശബ്ദത്തിന് ഇപ്പോഴത്തെ ഉള്ള ന്യൂ ജനറേഷനും അവർ വേറൊരു രീതിയിൽ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എവരിബഡി ഈസ് ഡൂയിങ് സം സൗണ്ട്. സൗണ്ട് ഇസ് എ മെസ്സേജ് ലൈക്ക് ഐ സെഡ്. നമ്മൾ പണ്ട് ഗിറ്റാർ കൊണ്ട് ആൾക്കാർ നടക്കുമ്പോഴേ അപ്പി ഹിപ്പിയാണ്, അല്ലെങ്കിൽ എന്തോന്നാണ്, മറ്റേ കംപ്ലീറ്റ് മയക്കുമരുന്നിൻ്റെ പുറകിലാണ് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പണ്ടുകൊണ്ട് അത് ഇപ്പോഴും കാണുമായിരിക്കുക. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഓർത്തിട്ട് കാര്യമൊന്നുമില്ല. അതിപ്പം മ്യൂസിക് എന്ന് പറഞ്ഞാലും സിനിമ എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് നല്ല രീതിയുണ്ട് ചീത്ത രീതിയിലും ചിന്തിക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ പറ്റില്ല. കാരണം വി ആർ യുണീക്ക്, വി ഹാവ് റൈറ്റ് ടു തിങ്ക് and to tell our own opinion. There will be a lot of opinions, but somehow the music will survive. അത് നമ്മൾ
പാലക്കാടുള്ള സ്ട്രീറ്റിൽ പോയി പ്ലേ ചെയ്യുമ്പോൾ അവിടെയുള്ള പണ്ടുള്ള യൂണിയൻകാരെല്ലാവരും വന്ന് നൃത്തമാടിയിട്ടുണ്ട്. അവരെല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുപോലെ ആലപ്പുഴ ഏതോ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ വള്ളത്തിലൊക്കെ ആൾക്കാർ വന്ന് അവരെ അവസാനം കൺട്രോൾ ചെയ്യാൻ പോലീസിന് തന്നെ പറ്റാതായി. കോമൺ അല്ലെങ്കിൽ ലോക്കൽ പീപ്പിളിനും ആൾക്കാർക്കും അവരും കേൾക്കുന്ന വേറൊരു ശബ്ദമാണ്. ആ ശബ്ദത്തിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്. അപ്പോൾ അവർക്ക് അവിടെ ആ ഒരു ട്രാൻസിൽ ദേ ആർ എൻജോയിങ് ദാറ്റ് എനർജി. മനസ്സിലായില്ലേ? ദിസ് എനർജി വിൽ ഗീവ് ദ മ്യൂസീഷ്യൻസ് ഓൾസോ എ കൈൻഡ് ഓഫ് എൻ അതർ എനർജി. സോ ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി. അതിപ്പോൾ ലോക്കലായാലും വളരെ എഡ്യൂക്കേറ്റഡ് ആയാലും അങ്ങനെ ഒരു വേറിട്ട ഒരു സംഭവം ഇതിലില്ല ശരിക്കും പറഞ്ഞാൽ. ബേസിക്കലി ഇഫ് യു നോ മ്യൂസിക്, ദിസ് ഈസ് ഇൻ യുവർ ബ്ലഡ്. ഇവിടെ നല്ലൊരു അപ്രൈറ്റ് പിയാനോ ഉണ്ട്, അതിലിടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്ന് തട്ടും. പിന്നെ ഈ 10 കൊല്ലത്ത് അവിടുത്തെ ഇവിടത്തേക്ക് ജീവിതം കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലേതെങ്കിലുമൊക്കെ ഒരു 2-3 വരികളൊക്കെ വരും. അതിനെയൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ കമ്പോസിങ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഓർഡർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. പാട്ടിന് വേണ്ടി തൊണ്ട മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ. So I face the final curtain, my friend. I say it clear, I state my case. Over time, certain I have lived a life that's full. I travel each and every highway. Much more than this, I did it my way. Regrets, I had a few, but then again, to feel a mention, I did what I have to do, and so it's true. I plant each charted course, each careful step on my way, and more, much more.
അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് അതായത് 1.5 വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഒരു ക്ലബ്ബിൽ പോയി പാടും. അവിടെ കുറേ മ്യൂസീഷ്യൻസ് വരും. Busy man, look at my face again. Hey, busy woman, listen to my whisper. Hey, busy boy, hear my words again. Hey, busy girl, I have a sympathy. ഇനിയെന്ന് പറയുന്നത് മേ ബി എ റീയൂണിയൻ എന്നുള്ള രീതിയിൽ ഒരു ഷോയോ 2 ഷോയോ എന്തെങ്കിലും ചെയ്ത് just having own satisfaction rather than do any competition. അതായിരിക്കും ഇനിയുള്ള പ്ലാൻ. When they begin, they begin. It brings back the sound of music so tender. It brings back the days of tropical splendor. It brings back a memory evergreen. I'm with you once more under the stars, and down by the shore an orchestra's playing, and when the palm seems to be swaying, when they begin. Music is on my bone and in my blood, as normal every musician. One day it will make another sound.